നമസ്കാരം. ഇന്ന് നവംബർ 4 ചൊവ്വാഴ്ച തുലാം 18 ഹഡൻ ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പാർട്ടികളുടെ എതിർപ്പ് തുടരുന്നതിനിടെ രാജ്യത്ത് രണ്ടാംഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ഇന്ന് ആരംഭിക്കും. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ അടക്കം 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വീടുകളിൽ എത്തിയുള്ള സർവേക്ക് ഇന്ന് തുടക്കമാകും. പരിഷ്കരിക്കാൻ ഒരുങ്ങുന്നത് 12 ഇടങ്ങളിലായി 51 കോടി വോട്ടർമാരുടെ പട്ടിക. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എതിരായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഹർജികൾ പരിഗണിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ എന്നിവർ പ്രചാരണത്തിനായി സംസ്ഥാനത്തുണ്ട്. 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളിൽ മറ്റന്നാളാണ് ജനവിധി. ഈ മാസം 14-നാണ് ഫലപ്രഖ്യാപനം. ശക്തമായ ഭൂചലനത്തിൽ വടക്കൻ അഫ്ഗാനിസ്ഥാനിൽ 20 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റെന്ന് റിപ്പോർട്ടുകൾ. 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ഹിന്ദുകുഷ് മേഖലയിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അടച്ചുപൂട്ടലിലേക്ക് അമേരിക്ക. സർക്കാർ സേവനങ്ങളുടെ അടച്ചുപൂട്ടൽ 35-ാം ദിവസത്തിലേക്ക്. ആദ്യ ട്രംപ് ഭരണകാലത്തെ 35 ദിവസം നീണ്ട അടച്ചുപൂട്ടൽ എന്ന റെക്കോർഡ് മറികടക്കും. ധനാനുമതി ബിൽ സെനറ്റിൽ ഇതുവരെ പരാജയപ്പെട്ടത് 13 തവണ. 7.5 ലക്ഷത്തിലേറെ സർക്കാർ ഉദ്യോഗസ്ഥർ നിർബന്ധിത അവധിയിൽ. ശമ്പളം കിട്ടാതെ ലക്ഷക്കണക്കിന് ഉദ്യോഗസ്ഥർ. വിമാനത്താവളങ്ങളുടെ ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. ശബരിമലയിലെ കട്ടിളപ്പാളി മോഷണക്കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുന്നു. കട്ടിളപ്പാളിയിലെ സ്വർണം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടി SIT. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറിക്കെതിരായ സമരം ഇന്ന് പുനരാരംഭിക്കും. വൈകുന്നേരം 4 മണിക്ക് അമ്പലമുക്കിൽ നടക്കുന്ന സമരം പ്രൊഫസർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. വീണ്ടും സമരം ആരംഭിക്കുന്നത് ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയ പശ്ചാത്തലത്തിൽ സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് ജില്ലാ കളക്ടർ. കേരള സർവകലാശാല ഭരണതർക്കം വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്കെന്ന് സൂചന. സസ്പെൻഷനിലുള്ള രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ വൈസ് ചാൻസലർ പോലീസിൽ പരാതി നൽകിയേക്കും. സസ്പെൻഷൻ കാലയളവിൽ 500-ലേറെ ഫയലുകൾ അനിൽകുമാർ ഒപ്പിട്ടത് നിയമവിരുദ്ധമായെന്ന് ആക്ഷേപം. കാലിക്കറ്റ് സർവകലാശാലയിൽ സർക്കാരിനെ നോക്കുകുത്തിയാക്കി രാജ്ഭവൻ സ്വന്തം നിലയിൽ വൈസ് ചാൻസലർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചതിൽ സർക്കാർ നിയമ നടപടിയിലേക്ക്. നിയമോപദേശം തേടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ഗവർണറുടെ നടപടി മരവിപ്പിക്കാൻ കോടതിയെ സമീപിച്ചേക്കും. CPI സംസ്ഥാന കൗൺസിൽ യോഗം ഇന്ന് ചേരും. PMC വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വം യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കം ഉൾപ്പെടെ ചർച്ചയാകും. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കി. ഈ മാസം മുതൽ ആശമാർക്ക് 8,000 രൂപ ലഭിച്ചു തുടങ്ങും. ഓണറേറിയത്തിൽ വരുത്തിയത് 1,000 രൂപയുടെ വർധന. കോഴിക്കോട് കൊടുവള്ളി നഗരസഭാ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങൾക്കിടെ പുതിയ നഗരസഭാ സെക്രട്ടറി ഇന്ന് ചുമതലയേറ്റെടുക്കും. വിവാദങ്ങൾക്കിടെ LD ക്ലർക്കിന്റെ ആത്മഹത്യ സമഗ്രമായി അന്വേഷിക്കണമെന്ന ആവശ്യവുമായി UDF. മന്ത്രവാദത്തിനും ആഭിചാരത്തിനുമെതിരെ നിയമനിർമ്മാണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പൊതു താൽപര്യ ഹർജി നൽകിയത് കേരള യുക്തിവാദി സംഘം. കേസ് പരിഗണിക്കുക ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. തമിഴ്നാട് നീലഗിരി ദേവർഷോലയിൽ ഭീതി പരത്തി കാട്ടാന ഇറങ്ങിയത് പഞ്ചായത്ത് കോളനിയിൽ. റോഡിൽ നിലയുറപ്പിച്ച കാട്ടാന യാത്രക്കാരെ മണിക്കൂറുകളോളം വട്ടം കറക്കി. വർക്കലയിൽ യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയെ പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. റെയിൽവേ പോലീസ് പ്രതി സുരേഷ് കുമാറിനായി കസ്റ്റഡി അപേക്ഷ നൽകും. ശ്രീകുട്ടിയെ നട്ടലിന് ചവിട്ടി തള്ളിയിട്ട ട്രെയിനിന്റെ ബോഗിയിലും പരിക്കേറ്റ് കിടന്ന അയന്തി പാലത്തിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിന് സമീപത്തെ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രതി കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയത് കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ. വാഹനത്തിൽ നിന്ന് ഇറങ്ങിയോടിയത് ഇന്നലെ രാത്രി 10:30-ഓടെ. ബാലമുരുകനായി തെരച്ചിൽ തുടരുകയാണ്. 53 കേസുകളിലെ പ്രതിയായ ബാലമുരുകൻ കടന്നുകളഞ്ഞത് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് കഴിഞ്ഞ മെയ്യിലും ബാലമുരുകൻ തടവ് ചാടിയിരുന്നു. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ.
എറണാകുളം കച്ചേരിപ്പടി സെന്റ് ആന്റണി സ്കൂളിന് അഭിമാന നിമിഷം. ക്രിക്കറ്റിലും തായ്ക്കൊണ്ടയിലും സ്കൂളിലെ 4 കുട്ടികൾ ദേശീയതലത്തിലേക്ക് യോഗ്യത നേടി. മത്സരങ്ങൾ നടക്കുന്നത് ജമ്മു കശ്മീർ, അരുണാചൽ പ്രദേശ്, പഞ്ചാബ്, തെലങ്കാന എന്നിവിടങ്ങളിൽ വെച്ച്. മമ്മൂട്ടിയുടെ പുരസ്കാര നേട്ടം ആഘോഷമാക്കി ആരാധകർ. സംസ്ഥാന പുരസ്കാരം നേടിയ മമ്മൂട്ടിയെ അഭിനന്ദിച്ച് വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ച് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. നെക്സ്റ്റ് ജെൻ കേരള തിങ്ക് ഫെസ്റ്റ് 2026 വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു. ഡിവൈഎഫ്ഐ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് കേരളത്തിന്റെ വികസനം സംബന്ധിച്ച് യുവജനങ്ങളുടെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നതിനായി. വെബ്സൈറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോഴിക്കോട് മുക്കം അഗസ്ത്യമൊഴി പാലത്തിന് സമീപം കാർ നിയന്ത്രണം വിട്ട അപകടം റോഡരികിൽ നിർത്തിയിട്ട 3 കാറുകളിൽ ഇടിച്ച്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. ആർക്കും പരിക്കില്ല. വിഷൻ 2031 ഭാഗമായി മലപ്പുറത്ത് നടന്ന കായിക വകുപ്പിന്റെ സംസ്ഥാന സെമിനാർ സമാപിച്ചു. ദ്വിദിന സെമിനാർ നവകായിക കേരളം മികവിന്റെ പുതുട്രാക്കിൽ എന്ന പേരിൽ 2 ദിവസങ്ങളായി നടന്ന പരിപാടിയിൽ 3000-ലധികം പേർ പങ്കെടുത്തു. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ പാട്യം ചെറുവാഞ്ചേരി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കെ.പി. മോഹനൻ MLA അധ്യക്ഷനായി. തിരുവനന്തപുരത്ത് വയോധികയുടെ മാല കവർന്നു. ബൈക്കിലെത്തിയ 2-അംഗ സംഘം കവർന്നത് ഉള്ളൂർ പ്രശാന്ത് നഗറിലെ വസന്തയുടെ 2.5 പവൻ വരുന്ന മാല. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നിർമ്മിച്ച പാലേരി മൊട്ട അങ്കണവാടി കെട്ടിടോദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കെട്ടിടം നിർമ്മിച്ചത് മുഖ്യമന്ത്രിയുടെ MLA ADS ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ വിനിയോഗിച്ചു. എറണാകുളത്ത് മദ്യപാനത്തിനിടെ കൊലപാതക ശ്രമം. സുഹൃത്തിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ചയാളെ സ്പാനറിന് തലക്കടിച്ചു. ആക്രമിച്ചത് മലപ്പുറം സ്വദേശിയായ രാകേഷിനെ. മൂവാറ്റുപുഴ സ്വദേശി ബാദുഷയെ അറസ്റ്റ് ചെയ്ത് നെടുമ്പാശ്ശേരി പോലീസ്. നോക്കാം പ്രധാന അറിയിപ്പുകൾ. തിരുവനന്തപുരം ശ്രീകാര്യം ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപക ഒഴിവുണ്ട്. നിയമനം ഹിന്ദി വിഭാഗത്തിലേക്കാണ്. അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കും. കോട്ടയം 16 കേരള ബറ്റാലിയൻ NCCയുടെ കീഴിൽ +1 ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഓപ്പൺ ക്വാട്ടയിൽ NCCയിൽ ചേരുന്നതിന് അവസരം. അഭിമുഖം 7-ാം തീയതി രാവിലെ 10 മണിക്ക് ശാസ്ത്രി റോഡിന് സമീപമുള്ള ഓഫീസിലാണ്. സംസ്ഥാന വനിതാ സെല്ലിന് കീഴിൽ വിമൺ സേഫ്റ്റി ഡിവിഷന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട്. ലക്ഷ്യമിടുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ഇരകൾക്ക് അതിവേഗം നീതി ലഭ്യമാക്കുന്നതിനും. ഉദ്ഘാടനം രാവിലെ 10 മണിക്കാണ്. തൃശൂർ ആരോഗ്യ സർവകലാശാല അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് ഡെപ്യൂട്ടേഷൻ. നിയമനത്തിന് കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ 15-നകം സമർപ്പിക്കണം. നോർക്ക റൂട്ട്സ് പ്രീ ഡിപ്പാർച്ചർ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഉച്ചയ്ക്ക് 1 മണിക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിൽ നടക്കും. തിരുവനന്തപുരം ധനുവച്ചപുരം ഗവൺമെന്റ് ITIയിൽ വിവിധ ട്രേഡുകളിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തും. അഭിമുഖം മറ്റന്നാൾ രാവിലെ മുതലാണ്. പയ്യന്നൂർ ഏച്ചിലാംവയൽ കുന്നിൻ മുകളിൽ നിർമ്മിക്കുന്ന അസ്ട്രോ സയൻസ് പാർക്ക്, പ്ലാനറ്റേറിയം എന്നിവയുടെ ശിലാസ്ഥാപനം ഇന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിക്കും. TM മധുസൂദനൻ MLA അധ്യക്ഷനാകും. കൊല്ലം ജില്ലാ ശുചിത്വ മിഷൻ മാലിന്യ കലാസൃഷ്ടി വേസ്റ്റ് ടു ആർട്ട് മത്സരം സംഘടിപ്പിക്കും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പർ വഴിയോ ശുചിത്വ മിഷൻ ഇൻസ്റ്റഗ്രാം വഴിയോ രജിസ്റ്റർ ചെയ്യണം. കൊല്ലം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് LD ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് കരാർ നിയമനം നടത്തുന്നുണ്ട്. യോഗ്യതയുള്ളവർ ജില്ലാ ജഡ്ജ്, ജില്ലാ കോടതി, കൊല്ലം വിലാസത്തിൽ ഈ മാസം 10-നകം അപേക്ഷ നൽകണം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ സംഘടിപ്പിക്കുന്ന ഹരിത വിദ്യാലയം വിദ്യാഭ്യാസ റിയാലിറ്റി ഷോയുടെ 4ാം എഡിഷൻ ഡിസംബർ മുതൽ ആരംഭിക്കും. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് ഇതിനായി ഈ മാസം 15-നകം അപേക്ഷ നൽകാം. മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്ന എയറോക്സ് ഓക്സിജൻ ജനറേറ്റർ പ്ലാന്റിന്റെ കംപ്രസീവ് മെയിന്റനൻസ് പ്രവൃത്തി ചെയ്യാൻ ടെൻഡർ ക്ഷണിച്ചു. ടെൻഡറുകൾ ഈ മാസം 15-ന് ഉച്ചയ്ക്ക് 12 മണി വരെ സ്വീകരിക്കും. നോക്കാം ദേശീയ വാർത്തകൾ. ബീഹാറിൽ NDA മഹാസഖ്യ നേതാക്കൾക്കിടയിൽ വാക്പോര് കടുക്കുന്നു. പാശ്ചാത്യ ആഘോഷങ്ങൾ ഏറ്റെടുക്കുന്ന RJD ഛഠ് പൂജ അപമാനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. 20 കൊല്ലമായി ബീഹാറിൽ ഒന്നും ചെയ്യാനാകാത്ത NDA കള്ളപ്രചാരണം നടത്തുകയാണെന്ന് പ്രിയങ്ക ഗാന്ധി. അശ്ലീല വീഡിയോകൾ നിരോധിക്കാൻ നിയമനിർമ്മാണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതിയുടെ സുപ്രധാന പരാമർശം.
നേപ്പാളിൽ ഭരണ അട്ടിമറിയിലേക്ക് നയിച്ച ജൻസി പ്രതിഷേധങ്ങൾ പരാമർശിച്ചായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ മറുപടി. സോഷ്യൽ മീഡിയ നിരോധിച്ചുകൊണ്ട് നേപ്പാളിൽ എന്താണ് സംഭവിച്ചത് എന്ന് കോടതി. കർണാടകയിൽ യുവതിക്ക് നേരെ പോലീസ് അതിക്രമം. മർദ്ദനമേറ്റത് പശ്ചിമബംഗാൾ സ്വദേശിനിയായ സുന്ദരി ബിവിക്ക്. മോഷണക്കുറ്റം ആരോപിച്ചായിരുന്നു മർദ്ദനം. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ ദളിത് വിദ്യാർത്ഥിക്ക് നേരെ അതിക്രമം. ശാരീരികമായി വിദ്യാർത്ഥിയെ ഉപദ്രവിച്ച സംഭവത്തിൽ 3 അധ്യാപകർക്കെതിരെ കേസ്. 1-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അതിക്രമത്തിന് ഇരയായത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് വേണ്ടി പങ്കെടുത്തു എന്നാരോപിച്ച് യുക്രൈനിൽ സൈന്യം കസ്റ്റഡിയിലെടുത്ത 22 വയസ്സുകാരനെ തിരിച്ചുകൊണ്ടുവരാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനാണ് നിർദ്ദേശം നൽകിയത്. മകനെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്ന നിർദ്ദേശങ്ങൾ പുറത്തിറക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥിയുടെ അമ്മയാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അനിൽ അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പിനെതിരെ ഇഡിയുടെ നടപടി. മുംബൈയിലും ഡൽഹിയിലും നിരവധി സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 3000 കോടി വിലമതിക്കുന്ന സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. ഛത്തീസ്ഗഡിൽ റായ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷന് സമീപം പ്രതിഷേധിക്കുന്നവരിൽ നിന്നും ഇനി ഫീസ് ഈടാക്കും. BJP ഭരണസമിതി പ്രമേയം പാസാക്കി. പ്രതിഷേധക്കാരിൽ നിന്ന് ഈടാക്കുന്ന 500 രൂപ ഫീസ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്ന എയർ ഇന്ത്യ വിമാനം മംഗോളിയയിൽ അടിയന്തരമായി ഇറക്കി. സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് മുൻകരുതൽ നടപടിയായിട്ടാണ് വിമാനം ഇറക്കിയത്. നോക്കാം രാജ്യാന്തര വാർത്തകൾ. ഇന്ത്യയുമായുള്ള ബന്ധം ഇസ്രായേൽ കൂടുതൽ ശക്തമാക്കിയതായി റിപ്പോർട്ട്. 2 വർഷത്തിനിടെ സഹകരണവും പിന്തുണയും തേടി ഇന്ത്യയിലെത്തിയത് ഉന്നത ഇസ്രായേൽ നേതാക്കളുടെ പട. നീക്കം ഗസ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ. ഹമാസ് വിട്ടു നൽകിയ 3 മൃതദേഹം സൈനികരുടേതെന്ന് സ്ഥിരീകരിച്ച് ഇസ്രായേൽ. 2023 ഒക്ടോബർ 7-നുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹമാണ് ഹമാസ് കൈമാറിയത്. ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ആൻഡ്രൂവിന്റെ പദവികൾ നീക്കം ചെയ്തതിൽ ദുഃഖമുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് ഭയാനകമായ കാര്യമാണെന്നും ബ്രിട്ടീഷ് രാജകുടുംബത്തോട് ദുഃഖം തോന്നുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ്. അമേരിക്കയുടെ പുതിയ പരീക്ഷണങ്ങളിൽ ആണവ സ്ഫോടനങ്ങൾ ഉൾപ്പെടില്ലെന്ന് US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രതികരണം: ലോകത്തെ 180 തവണ തകർക്കാനാവശ്യമായ ആണവായുധങ്ങൾ പക്കലുണ്ടെന്ന ട്രംപിന്റെ വാദത്തിന് പിന്നാലെ. പുകയില ഉപയോഗത്തിന് തലമുറ നിരോധനം ഏർപ്പെടുത്തി മാലിദ്വീപ്. 2007-ന് ശേഷം ജനിച്ചവർ പുകവലിക്കുന്നത് നിരോധിച്ചു. സായുധ സംഘങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ അമേരിക്കയുടെ സഹായം തേടുമെന്ന് നൈജീരിയ. പ്രഖ്യാപനം: നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല നടത്തുന്നതിനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ. അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ച കേരളത്തിന് പാകിസ്ഥാനിൽ നിന്നും അഭിനന്ദനം. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരിന്റെ നേട്ടത്തെ പാകിസ്ഥാൻ മസ്തൂർ കിസാൻ പാർട്ടി ജനറൽ സെക്രട്ടറി ഡോക്ടർ തൈമൂർ റഹ്മാൻ അഭിനന്ദിച്ചു. പാകിസ്ഥാനും ചൈനയും ആണവായുധങ്ങൾ പരീക്ഷിക്കുകയാണെന്ന ഗുരുതര ആരോപണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. CBSന്റെ 60 മിനിറ്റ്സ് എന്ന പരിപാടിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ പരാമർശങ്ങൾ. റഷ്യയും ഉത്തരകൊറിയയും അവരുടെ ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയിലേക്ക് നയതന്ത്ര പ്രതിനിധികളെ നിയോഗിച്ച് താലിബാൻ. ആദ്യ പ്രതിനിധി ഈ മാസം തന്നെ ഡൽഹിയിലെത്തുമെന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യ ആശ്രയിക്കാൻ കഴിയുന്ന പങ്കാളിയെന്ന് താലിബാൻ. 2ാം ലോക സാമൂഹിക വികസന ഉച്ചകോടിക്ക് നാളെ ദോഹയിൽ തുടക്കമാകും. ത്രിദിന ഉച്ചകോടിയിൽ പങ്കെടുക്കുക 180 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ. ഐക്യരാഷ്ട്രസഭ നേതൃത്വം നൽകുന്ന ഉച്ചകോടിയുടെ ലക്ഷ്യം ലോക ജനതയുടെ സാമൂഹിക വികസനം. വെനസ്വേലയ്ക്ക് മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെനസ്വേലയ്ക്കെതിരെ US യുദ്ധം ചെയ്യുമോ എന്ന ചോദ്യത്തിനായിരുന്നു ട്രംപിന്റെ മറുപടി. യുദ്ധം ചെയ്യുമോ എന്നതിൽ സംശയമുണ്ടെന്നും എന്നാൽ നിക്കോളാസ് മദ്യൂറോയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞുവെന്നും ഡൊണാൾഡ് ട്രംപ്. സൗദിയിലേക്കും തിരിച്ചുമുള്ള യാത്രയിൽ മരുന്നുകൾ കൈവശം വെക്കുന്നതിനുള്ള നിയന്ത്രണം പ്രാബല്യത്തിൽ. നിരോധിക്കപ്പെട്ട മരുന്നുകൾ കൈവശം വെക്കാൻ മുൻകൂർ പെർമിറ്റ് നിർബന്ധമാക്കിയെന്ന് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി. ലണ്ടനിലെ കംബ്രിയിൽ ട്രെയിൻ പാളം തെറ്റി. ഗ്ലാസ്ഗോയിൽ നിന്ന് ലണ്ടനിലേക്ക് വരികയെന്ന ട്രെയിനാണ് പാളം തെറ്റിയത്. യാത്രക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു. UAEയിൽ നവംബർ 7 വരെ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം. ചില സമയങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ശരത്കാലത്തിൽ നിന്ന് ശൈത്യത്തിലേക്കുള്ള മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം. കുവൈറ്റിൽ സ്വകാര്യ മേഖലയിൽ ജോലി സമയത്തിൽ പുതിയ ക്രമീകരണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട നിയമം നിലവിൽ വന്നു. 2025-ലെ 15-ാം നമ്പർ നിയമം നടപ്പാക്കാൻ തുടങ്ങിയതായി പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ അറിയിച്ചു.
കുവൈറ്റിൽ ബയോമെട്രിക് നടപടികൾ പൂർത്തിയാക്കാത്ത യാത്രക്കാർ യാത്രാ തീയതിക്ക് മുൻപ് ബയോമെട്രിക് നടപടികൾ പൂർത്തിയാക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം. വിമാനത്താവളം ഉൾപ്പെടെയുള്ള അതിർത്തി കവാടങ്ങളിൽ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് സംവിധാനം താൽക്കാലികമായി നിർത്തിവെച്ചു. ഖത്തർ ബോട്ട് ഷോയുടെ 2ാം പതിപ്പിന് നാളെ ദോഹ ഓൾഡ് തുറമുഖത്ത് തുടക്കമാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെയും സന്ദർശകരെയും ആകർഷിക്കുന്ന പ്രദർശനം 4 ദിവസം നീണ്ടുനിൽക്കും. നോക്കാം ബിസിനസ് വാർത്തകൾ. ലോകകപ്പ് ക്രിക്കറ്റ് നേട്ടത്തോടെ വനിതാ താരങ്ങളുടെ ബ്രാൻഡ് വാല്യൂ കുതിച്ചുയരും. താരങ്ങളുടെ ബ്രാൻഡ് വാല്യൂ 35% വരെ ഉയർന്നേക്കുമെന്ന് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്യുന്നു. പരസ്യങ്ങൾക്കുൾപ്പെടെ ഇനി താരങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ. ആമസോണിൽ ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിടുന്നു. ടെക്സ്റ്റ് മെസ്സേജ് വഴി 14,000 ജീവനക്കാരെയാണ് കമ്പനി ഒഴിവാക്കിയത്. ഓപ്പൺ AI ആമസോണുമായി കൈകോർക്കുന്നു. 7 വർഷത്തേക്ക് $38 ബില്യൺ കരാർ. ഒക്ടോബറിലെ വിൽപ്പനയിൽ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് ഒല ഇലക്ട്രിക് മുൻവർഷത്തെ അപേക്ഷിച്ച് 61% വിൽപ്പനയിൽ കുറവുണ്ടായത്. ഓഹരി വിലയിലും വൻ ഇടിവ്. വൻകിട നഗരങ്ങളിൽ കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ പുറത്തിറക്കാനുള്ള രാജ്യത്തെ ഏറ്റവും വലിയ കരാർ സ്വന്തമാക്കാൻ കമ്പനികളുടെ മത്സരം. PME ഡ്രൈവ് പദ്ധതി പ്രകാരം 10,900 ഇലക്ട്രിക് ബസ്സുകൾ നിർമ്മിക്കാനുള്ള ടെൻഡർ മറ്റന്നാൾ അവസാനിക്കും. ലോകത്തെ വൻകിട IT കമ്പനികളിൽ ഒന്നായ കോഗ്നിസന്റ് ടെക്നോളജി സൊല്യൂഷൻസ് കോർപ്പറേഷൻ ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ. പദ്ധതി യാഥാർത്ഥ്യമായാൽ ടാറ്റ കൺസൾട്ടൻസി സർവീസിന് ശേഷം ഇന്ത്യൻ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന 2ാമത്തെ ഏറ്റവും വലിയ IT കമ്പനിയാകും കോഗ്നിസന്റ്. നോക്കാം കായിക വാർത്തകൾ. സൂപ്പർ കപ്പിൽ ഡൽഹി ക്ലബ് സ്പോർട്ടിംഗിനെ തകർത്ത് കേരള ബ്ലാസ്റ്റേഴ്സ്. 3 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ജയം. കോൾഡോ ഉബിയേറ്റ ഇരട്ട ഗോൾ നേടി. രഞ്ജി ട്രോഫിയിൽ കേരളത്തിനെതിരെ കർണാടകയ്ക്ക് 348 റൺസിന്റെ കൂറ്റൻ ലീഡ്. കേരളം ആദ്യ ഇന്നിംഗ്സിൽ 238 റൺസിന് ഓൾ ഔട്ടായി. പിന്തുടർന്ന കേരളം 3ാം ദിവസം കളി നിർത്തുമ്പോൾ വിക്കറ്റ് പോകാതെ 10 റൺസ് എന്ന നിലയിലാണ്. ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പരയിൽ നിന്ന് ഒഴിവായി കുൽദീപ് യാദവ്. ദക്ഷിണാഫ്രിക്കൻ ടെസ്റ്റ് പരമ്പരയ്ക്കായി ഒരുങ്ങാനാണ് താരം ടീം വിട്ടത്. വനിതാ ഏകദിന ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ ട്രോഫിയോടൊപ്പമുള്ള ചിത്രം പുറത്തുവിട്ട് ഹർമൻപ്രീത് കൗർ. ക്രിക്കറ്റ് എല്ലാവരുടെയും കളിയാണെന്നുള്ള സന്ദേശമുള്ള ടീഷർട്ട് ധരിച്ചാണ് ഇന്ത്യൻ ക്യാപ്റ്റന്റെ പോസ്റ്റ്. റയൽ മാഡ്രിഡ് യുവതാരം എൻട്രിക്കിനെ കൂട്ടിലെത്തിക്കാൻ ഒളിമ്പിക് ലിയോൺ. ലോൺ അടിസ്ഥാനത്തിൽ എൻട്രിക്കിനെ സ്വന്തമാക്കാനാണ് നീക്കം. ചർച്ചകൾ തുടരുന്നതായി റിപ്പോർട്ടുകൾ. വേൾഡ് ബെസ്റ്റ് 11 പ്രഖ്യാപിച്ച് ഫിപ്രോ. ഗോൾ കീപ്പറായി ഡൊണറൂമയും മുന്നേറ്റ നിരയിൽ യമാലും എംബാപ്പയും ഡെംബലയും പട്ടികയിൽ. അഷ്റഫ് ഹക്കീമിയും ന്യൂനോ മെൻഡസും ടീമിൽ ഇടം നേടി. റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ പ്രതികരണവുമായി വില്യം സാലിബ. മറ്റ് ക്ലബ്ബുകൾ തന്നെ ടീമിലെത്തിക്കാൻ ആഗ്രഹം കാണിക്കുന്നതിൽ സന്തോഷമുണ്ട്, എന്നാൽ ആഴ്സണലിൽ തുടരാനാണ് ആഗ്രഹമെന്നും സാലിബ. ഉത്തർപ്രദേശിൽ നടന്ന നാഷണൽ ഗ്രാഫ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് മികച്ച വിജയം. 2 സ്വർണവും 5 വെള്ളിയും 7 വെങ്കലവും സ്വന്തമാക്കി. തിരുവനന്തപുരം ആയോധന സെന്റർ ഫോർ മാർഷൽ ആർട്സ് ആൻഡ് സ്റ്റഡി റിസർച്ചിലെ അശ്വതി VK, ഇമ്രാൻ ഖാൻ എന്നിവരാണ് സ്വർണം നേടിയത്. കല, സാംസ്കാരിക, സിനിമാ വാർത്തകൾ. കന്നഡ സിനിമ സൂ ഫ്രം സോ ആഗോള ക്ലോസിംഗ് കളക്ഷനായി 124 കോടി നേടി. വമ്പൻ വിജയമാണ്. ചിത്രം വമ്പൻ വിജയമാണ് തിയേറ്ററുകളിൽ സ്വന്തമാക്കിയത്. കർണാടക ടാക്കീസാണ് കണക്ക് പുറത്തുവിട്ടത്. ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ആശാൻ എന്ന നടൻ ഇന്ദ്രൻസിന്റെ 603ാം ചിത്രം റിലീസിനെത്തുന്നു. അടുത്ത മാസം തിയേറ്ററുകളിൽ എത്തുമെന്ന് റിപ്പോർട്ടുകൾ. രാജമൗലി മഹേഷ് ബാബു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ടീസർ നവംബർ 15-ന് പുറത്തുവിടും. ഹൈദരാബാദിൽ നടക്കുന്ന ലോഞ്ച് ഇവന്റിലായിരിക്കും ടീസർ പുറത്തിറക്കുക. AL വിജയ് സംവിധാനം ചെയ്യുന്ന തമിഴ് ത്രില്ലർ ചിത്രം സർക്കിളിൽ R മാധവൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കും. കങ്കണ റണൌട്ട് നായികയാകുന്ന ചിത്രം അടുത്ത മാസം തിയേറ്ററുകളിലെത്തും. ലുക്മാൻ അമറാൻ നായകനായ വള എന്ന ചിത്രം OTT-യിലേക്ക്. ധ്യാൻ ശ്രീനിവാസൻ, വിജയരാഘവൻ എന്നിവർ സിനിമയിലുണ്ട്. OTT-യിലും കയ്യടി നേടിയ മലയാളത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രം ലോക. ഒക്ടോബർ 27 മുതൽ നവംബർ 2 വരെ OTT-യിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ നേടിയ സിനിമകളുടെ പട്ടികയിൽ ലോക ഒന്നാമതെത്തും. ഓർമാക്സ് മീഡിയയാണ് ലിസ്റ്റ് പുറത്തുവിട്ടത്. കൊച്ചിയുടെ തീരത്തേക്ക് എടുക്കുന്ന കപ്പലിന്റെ മനോഹരമായ ദൃശ്യങ്ങളെന്ന അവകാശവാദത്തോടെ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. നോർവീജിയൻ ക്രൂയിസ് ലൈൻ എന്ന കമ്പനി 2025-ൽ പുറത്തിറക്കിയ നോർവീജിയൻ അക്വ എന്ന കപ്പലാണ് വീഡിയോയിലുള്ളത്.
ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. ഇന്ത്യൻ സ്റ്റുഡൻസ് വിസകൾ വലിയ തോതിൽ നിഷേധിച്ച് കാനഡ. കനേഡിയൻ കോളേജുകളിൽ പഠിക്കാനായുള്ള പെർമിറ്റുകൾക്കായുള്ള 74% ഇന്ത്യൻ അപേക്ഷകളും നിരസിക്കപ്പെട്ടതായി ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. സ്റ്റുഡന്റ് വിസയുടെ പേരിൽ വലിയ തട്ടിപ്പ് നടക്കുന്നുവെന്ന ആശങ്കയാണ് പുതിയ തീരുമാനത്തിന് പിന്നിൽ. 3 തവണ ഓസ്കർ നോമിനേഷനിൽ ഇടം പിടിച്ച പ്രശസ്ത അമേരിക്കൻ നടി ഡയാൻ ലാഡ് അന്തരിച്ചു. 89 വയസ്സായിരുന്നു. കാലിഫോർണിയയിലെ ഒഡ്ജായിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. മധ്യപ്രദേശിലെ ഇൻഡോറിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 3 പേർ മരിച്ചു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി മോഹൻ യാദവ്. പലസ്തീൻ തടവുകാരനെ ഇസ്രായേലി സൈനികർ പീഡിപ്പിക്കുന്ന വീഡിയോ പുറത്തുവിട്ടതിന് മുൻ ഇസ്രായേലി സൈനിക അഭിഭാഷകയെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തു. മേജർ ജനറൽ ഇഫത്ത് തോമർ യെരുഷാൽമിയാണ് അറസ്റ്റിലായത്. ഇസ്രായേലി ജയിലുകളിൽ പലസ്തീൻ തടവുകാർ പീഡനങ്ങൾ നേരിടുന്നതായി നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. തെലങ്കാന മിർജാഗുഡയിലെ ബസ് അപകടത്തിൽ ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 7 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പ്രഖ്യാപിച്ചു. ഇന്നലെയുണ്ടായ അപകടത്തിൽ 19 പേരാണ് മരിച്ചത്. ഇപ്പോൾ കിട്ടിയത് കരൂർ ദുരന്തത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി തമിഴക വെട്ടിക്കഴകത്തിന്റെ ഓഫീസ് ആസ്ഥാനത്തെത്തി CBI. ദുരന്തം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തി. പ്രചാരണത്തിനായി ഉപയോഗിച്ച വാഹനത്തിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ ലഭിച്ചെന്ന് റിപ്പോർട്ടുകൾ. PMUA പദ്ധതി പ്രകാരം 31,000-ലധികം സ്ത്രീകൾക്ക് 10,000 രൂപ വീതം വിതരണം ചെയ്ത് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. സോനിത്പൂർ ജില്ലയിൽ നടന്ന ചടങ്ങിലാണ് ചെക്ക് കൈമാറിയത്. സംസ്ഥാനത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പദ്ധതി നടപ്പാക്കുമെന്ന് പ്രഖ്യാപനം. ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണത്തിൽ കുറ്റപത്രം അടുത്ത മാസം ഡിസംബർ 8-നകം SIT കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ.